ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹെമിഗ്രാഫിസ് റിപ്പൻഡ എന്ന ഗ്രൂപ്പിൽപ്പെട്ട ചെടി, അതായത് ബോർഡർ ഗ്രാസ് എന്നറിയപ്പെടുന്ന ചെടീനെ ഒന്ന് റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആദ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ ചെടി, പക്ഷേ ഇപ്പോൾ നശിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഇന്ന് ചട്ടിയിൽ നട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ റെഡിയാക്കേണ്ട പോട്ടിംഗ് മിക്സ്ചറാണ്. പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഭാഗം മണ്ണ്, പിന്നെ കുറച്ച് ചകിരി, ചാണകപ്പൊടി, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ കുറച്ച് ചരൽ എടുത്തിട്ടുണ്ട്. ചരൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകൾ, മെറ്റൽസ് പോലത്തെ കല്ലുകൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പോട്ടിംഗ് മിക്സ്ചറിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചട്ടിയിൽ നിറയ്ക്കാം. അപ്പോൾ നമ്മളിത് പോട്ടിൽ നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ പോട്ടിൻ്റെ അടിയിൽ ഹോൾ ഇടണം, മറക്കരുത്. നല്ല ഡ്രെയിനേജ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഈ ഗ്രേവൽസ് ആണ്, അതായത് ചരലുകളാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഒന്ന് കെട്ടിക്കിടക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചകിരി അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ വെക്കാറുണ്ട്. ഇനി കോക്കോപ്പീറ്റാണ് ഉള്ളതെങ്കിൽ കോക്കോപ്പീറ്റ് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചകിരിയോ അല്ലെങ്കിൽ ഉണങ്ങിയ കരിയിലയോ ഒക്കെ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാണെങ്കിൽ അത് ചെടിയുടെ ഗ്രോത്തിനും വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോവാതെയും ഇരിക്കും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നീളത്തിലേക്ക് അടിയിലേക്ക് വേര് പോകുന്ന ചെടിയല്ല. അതുകൊണ്ട് അടിയിൽ കുറച്ച് ചകിരി ഉണ്ടായെങ്കിലും വേരിനെ ഒട്ടും ബാധിക്കില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഈ പോട്ടിംഗ് മിക്സ്ചർ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന കട്ടിങ്സ്. ഇതിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് ഒരുപാട് കട്ടിങ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു മൂർച്ചയുള്ള സിസേഴ്സ് എടുത്തിട്ട് ചെറിയ പീസായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത്ര ഒരു നോഡ് വെച്ചിട്ട് ചെറിയ പീസായിട്ട് മതി. അപ്പോൾ നമുക്ക് ഒത്തിരി കട്ടിങ്സ് കിട്ടും ഒരു ചെറിയതിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്ലാന്റിൽ നിന്ന്. പിന്നെ ഇത് നമുക്ക് ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒന്ന് ഇത് നനച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും പേനയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഹോളിലേക്കാണ് നമ്മൾ ഓരോ കട്ടിങ്സും ഇറക്കി വയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇതിൽ കുറച്ച് വേര് അധികമുണ്ട്. അപ്പോൾ ഇത്രയും വേരിൻ്റെ ആവശ്യമില്ല, നമുക്ക് കട്ട് ചെയ്യാം. ഇനി ആ ഹോളിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഏതിൻ്റെങ്കിലുമൊക്കെ കമ്പ് നടുന്ന ഇതിനൊക്കെ നമ്മളിങ്ങനെ മണ്ണിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. കാരണം ആ ഒരു കമ്പ് കൊണ്ട് തന്നെ താത്തി കൊടുക്കുന്ന രീതിയുണ്ട്. പക്ഷേ അത് ഒട്ടും ഹെൽത്തി അല്ല. പ്ലാന്റിൻ്റെ അടിഭാഗത്ത് ഇൻഫെക്ഷൻ വരാനോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ അടിഭാഗത്ത് ചെറിയ ഒടിവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വേര് അവിടെ നിന്ന് കിളിർത്ത് വരില്ല. അപ്പോൾ അതൊട്ടും ഹാം ചെയ്യാതെ നമ്മൾ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഗാർഡനിങ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അതും പിന്നെ ഓരോ ചെടീനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് അധികവും ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഈ പോട്ടിൽ നിറച്ച് കുത്തി കൊടുക്കുകയാണ്. നമ്മൾ ഏത് ചെടി നടുമ്പോഴും അത്യാവശ്യം നല്ല വോളിയത്തിൽ നട്ടാൽ മാത്രമേ നല്ല ബുഷിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. 1-2 സ്റ്റെം വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ചെടിയൊന്നും ബുഷായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ചട്ടിയുടെ ഒരു ഏകദേശം ഭാഗം കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുത്തുക. ഈ ചെടിയുടെ ഒരു കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. അപ്പോൾ നട്ടിട്ടൊന്ന് പിടിക്കുന്നവരെ നമ്മളൊന്ന് ഷെയ്ഡിൽ വെക്കണം എന്ന് മാത്രം. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ചെടി പിടിച്ചതിന് ശേഷം ഒരുപാട് വെയിലൊന്നും വലിയ പ്രശ്നമില്ല. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിക്കണം. ചട്ടിയിൽ ഫുൾ മണ്ണും നനയുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അതിൻ്റെ ഹോളിൽ കൂടെ താഴേക്ക് വെള്ളം വന്നിട്ടുണ്ടോ എന്ന്. അതാണ് കറക്റ്റ് വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒരു പാകം. കുറച്ച് വെള്ളമാണെങ്കിലും ഒരുപാട് വെള്ളം അധികം ഒഴിച്ചാലും ഒക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡ്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് പൊന്തിച്ച് നോക്കണം. ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പൊന്തിച്ചൊന്ന് നോക്കുക.
പിന്നെ ഈ ചെടി നമുക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കുന്നതിനെ പറ്റി വലിയ ആശങ്കയൊന്നും പെടേണ്ട ആവശ്യമില്ല. വെള്ളം കുറേ കാലം അടുപ്പിച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ മാത്രമേ ഇത് നശിച്ചു പോവുള്ളൂ. കണ്ടില്ലേ, ഈ പടിയിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ഒരാഴ്ചത്തേക്ക് ഇത് ഷെയ്ഡിലാണ് വെക്കേണ്ടത്. എല്ലാ ചെടിയും അങ്ങനെ വേണം നമ്മൾ നട്ടതിന് ശേഷം ചെയ്യാൻ. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണിത്. 10 ദിവസം കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഈ ചെടി വളർന്ന് നിൽക്കുന്നുണ്ട്. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് തന്നെ ഈ ചട്ടി നിറഞ്ഞ് ഇത് കവറായിട്ട് വരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.